ചപ്പാത്തി ബൊക്കെ കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതാണ് ചപ്പാത്തി ബൊക്കെ. ചപ്പാത്തി വെച്ചിട്ട് നമ്മളൊരു ബൊക്കെ ഉണ്ടാക്കുന്നു. അതിനായിട്ട് കളർഫുള്ളായിട്ട് ഏത് പച്ചക്കറി വേണേലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്യൂക്കമ്പർ ഉണ്ടായിരുന്നു, ക്യാരറ്റും ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം റെഡും യെല്ലോയും ഒക്കെ നമ്മൾ തപ്പിയെങ്കിലും നമുക്ക് കിട്ടിയത് ഗ്രീൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നു. ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂക്കമ്പറിൻ്റെയും തൊലിയൊക്കെ ചെത്തി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ക്യാപ്സിക്കം കൂടി അതുപോലെ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഒരു ചപ്പാത്തിയുടെ തവ ചൂടാക്കി അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്ത് ഇങ്ങനെ നെയ്യ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റാവും, നന്നായിട്ട് പൊള്ളി വീർത്തും വരും കേട്ടോ. പറയാൻ മറന്നുപോയി, ഇതെന്ന് പറയുന്നത് നമ്മുടെ റെഡി ടു കുക്ക് ചപ്പാത്തിയാണ്. ഹോം മെയ്ഡ് റെഡി ടു കുക്ക് ചപ്പാത്തി. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയത്തില്ലാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ആ ചപ്പാത്തി നന്നായിട്ട് പൊള്ളി വീർത്ത് വരും, നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് കത്തി കൊണ്ടോ എന്തെങ്കിലും മുറിച്ചുള്ള സാധനം കൊണ്ട് നമ്മൾ മുറിച്ചിട്ട് അതിങ്ങനെ കോൺ ഷേപ്പിൽ കറക്കിയെടുക്കണം. ഇതുപോലെ. അപ്പോൾ നമ്മുടെ ബൊക്കേക്കുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഏതൊക്കെ കളർ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് അതെല്ലാം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് മുകളിൽ കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചപ്പാത്തി ബൊക്കെ റെഡിയാവും. ചപ്പാത്തി ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറല്ലേ? എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.